ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രവീൺ അന്യു ചേരുന്നുണ്ട്. ശ്രീ പ്രവീൺ, ഏറെ നാളത്തെ ആവശ്യമാണ് ഇത്. പല തവണയായി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പക്ഷേ സാങ്കേതികമായിട്ടുൾപ്പെടെയുള്ള തടസ്സങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയുമായിരുന്നു ഇത്രയും കാലം. പക്ഷേ അതിന്റെ സർവേയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നത് വലിയ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത് ഇത്ര നാൾ നീണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളിൽ തൃപ്തരാണോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഏറെ നാളത്തെ ആവശ്യങ്ങൾക്ക് ശേഷം നാളെ സർവേ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതൊരു ശുഭപ്രതീക്ഷയാണ്. പക്ഷെ അതിന് കൃത്യമായ ഫോളോ അപ്പ് നടക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പേ ഇത് നടക്കാതെ പോയതിന് പിന്നിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചൊരു വീഴ്ച കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് 94-ലാണ് ഈ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. അത് കേന്ദ്രാനുമതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടുന്ന് നൽകപ്പെട്ട ഒരു റിപ്പോർട്ടിലെ ഒരു ചെറിയ പിഴവാണ് അതിനൊരു തടസ്സമായി നിന്നത്. അതായത് ഈ പഴയ തോട്ടം മേഖല പിന്നീട് വെസ്റ്റഡ് ഫോറസ്റ്റ് ആയി മാറി. ആ ഭാഗത്തുണ്ടായിരുന്ന കൂപ്പ് റോഡുകൾ വഴി ഒക്കെ ആയിരുന്നു ഈ റോഡിന്റെ ഒരു അലൈൻമെന്റ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അത് റിസർവ് ഫോറസ്റ്റ് ആണെന്ന് കാണിച്ചു. കൂടാതെ അപൂർവ ഇനം സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നൊക്കെയാണ് റിപ്പോർട്ടിൽ കാണിച്ചത്. അതുകൊണ്ടാണ് ഈ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലുള്ള ഭൂമിയാണല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പം ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ ഈ ഭാഗമൊന്നും മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല. അതൊക്കെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് വനവൽക്കരണത്തിന് ആവശ്യമായ ഭൂമി ജനങ്ങൾ സൗജന്യമായി വിട്ടുകൊടുത്തിട്ടുണ്ട്. അതില് പോരാത്ത ഭൂമി പഞ്ചായത്തുകള് വില കൊടുത്ത് വാങ്ങിയിട്ട് വനം വകുപ്പിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് വനം വകുപ്പ് അവരുടെ സ്ഥലം റോഡിന് വേണ്ടി ലഭ്യമാക്കിയിട്ടില്ല. അതാണ് വനംവകുപ്പ് ഇപ്പോഴും ഈ പറഞ്ഞ സ്ഥലത്ത് വനംവകുപ്പ് അയവ് കാണിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത തുറക്കുന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ ആയിരുന്നല്ലോ. MLA ഇടപെടുന്നു, വനമന്ത്രിയുമായി സംസാരിക്കുന്നു, അതിലൊരു വ്യക്തത വന്നിരുന്നല്ലോ. ഇപ്പോഴൊരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒന്നിച്ചൊരു സംയുക്ത സർവേ നടത്തുകയും ഈ പറഞ്ഞ എന്താ പറയുന്ന അപൂർവ ഇനം സസ്യങ്ങളോ ജീവജാലങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെന്നൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പോവുകയും മുൻപ് നൽകപ്പെട്ട റിപ്പോർട്ട് തെറ്റാണെന്ന് നമ്മുടെ വനം വകുപ്പ് തന്നെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തയ്യാറാക്കി വീണ്ടും ഒരു പ്രപ്പോസല് നമുക്ക് കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മാത്രമേ ഇതിലൊരു ഒറ്റ കാര്യം കൂടി, ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നമല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തടസ്സമാവുന്നുണ്ടോ? അത് അറിയില്ല. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള 2 പാതകളെ നമുക്കുള്ളൂ, കുറ്റ്യാടിച്ചുരവും പിന്നെ താമരശ്ശേരിച്ചുരവും. ഇതിന്റെ മധ്യഭാഗത്താണ് ഈ അലൈൻമെന്റ് വരുന്നത്. അപ്പം ഏത് ചുരത്തിലൊരു വാഹന അല്ലെ ഒരു ഗതാഗത തടസ്സം ഉണ്ടായാലും വഴി തിരിച്ചുവിടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്. തീർച്ചയായും ഇപ്പൊ നമുക്ക് താമരശ്ശേരി ചുരത്തിന് ഒരു ബദൽപാത തുരങ്കപാത വഴി ലഭിക്കുകയാണെങ്കിൽ കുറ്റ്യാടി ചുരത്തിനും ഒരു ബദൽപാത. ഈ ബദൽപാതയാണെങ്കിലും ഇതിലൊരു തുരങ്കം വരേണ്ടതില്ലേ? ഇല്ല, ഇതിലൊരു തുരങ്കത്തിന്റെയോ വലിയ പാലങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതൊരു മലനിരകളുടെ ഇടയിലൂടെ ഒക്കെ കടന്നു പോകുന്ന അധികം സ്റ്റീപ്പായ കുത്തനെയുള്ള കയറ്റങ്ങളോ പിന്നെ അങ്ങനെ ഹെയർപിൻ വളവുകളോ ഇല്ലാത്തൊരു അലൈൻമെന്റ് ആണ്. പഴയ തോട്ടം ഭൂമിയിലൂടെ തടി കൊണ്ടുപോകുന്ന കൂപ്പ് നിലനിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു അത്. നമ്മുടെ PWD തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 100-200 കോടി രൂപ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു അലൈൻമെന്റ് ആണ് എന്ന് നമ്മുടെ കേരളത്തിലെ PWD തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ പ്രവീൺ അന്യു പ്രതികരിച്ചതിന്.